ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം മുന്നറിയിപ്പില്ലാതെ കുറച്ചതിൽ പ്രതിഷേധം ശക്തമായതോടെ ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റ് നടത്താൻ തീരുമാനം. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ 24നോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ഇപ്പോൾ ഉത്തരവായി പുറത്തിറങ്ങിയത്. ഉത്തരവ് ലഭിച്ചതോടെ ടെസ്റ്റ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ, അതോടൊപ്പം തന്നെ കൊല്ലത്ത് നിന്ന് അരുൺ രാജ് എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ രാജ്, ഇതിലിപ്പോൾ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. നേരത്തെ സ്ലോട്ട് ബുക്ക് ചെയ്തവർക്ക് കൂടി ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്ന് നടക്കാതെ പോകുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. മന്ത്രി നേരത്തെ പറഞ്ഞതാണ് നേരത്തെ ബുക്ക് ചെയ്തവർക്കൊക്കെ പഴയ രീതിയിൽ തന്നെ ടെസ്റ്റ് നടത്തുമെന്ന്. ഇപ്പോഴവിടെ ടെസ്റ്റുകൾ നടക്കുന്നുണ്ടോ, ഡ്രൈവിംഗ് ടെസ്റ്റ്? ഗോപികൃഷ്ണൻ, ആദ്യഘട്ടത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഇപ്പോൾ ഇവിടെയുള്ള വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ടെസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ ടെസ്റ്റ് നടത്താനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഈ 4 വീലർ ലൈസൻസിലുള്ള ക്രമീകരണം നടത്തുകയും ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം മാറി. ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്ത മുഴുവൻ പേർക്കും ഇന്ന് തന്നെ ഈ ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ഇതിലൂടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും നാളെ മുതൽ എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ നിലവിൽ മന്ത്രിയുടെ ഒരു ഉത്തരവ് വന്ന സ്ഥിതിക്ക്, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്ന സ്ഥിതിക്ക് ഉത്തരവ് പുറത്തിറങ്ങുകയും ഇക്കാര്യത്തിൽ ടെസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാരാണ് ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. ഇന്ന് 50 പേർക്ക്, പരമാവധി 50 പേർ മുതൽ 60 പേർ വരെ മാത്രമായിരിക്കണം ഇന്ന് ടെസ്റ്റ് പൂർത്തിയാക്കേണ്ടത്. അതിൽ കൂടുതൽ ഒരാളെ പോലും ഇന്ന് പരിഗണിക്കേണ്ടതില്ല എന്നതായിരുന്നു ആദ്യ നിർദ്ദേശം. പക്ഷേ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിൽ ഇടയാക്കിയിരുന്നു. കാരണം ഈ ഏപ്രിൽ 17 വരെ ഈ 180ഓളം സ്ലോട്ടുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സ്വാഭാവികമായും അത് അങ്ങനെ വരികയാണെങ്കിൽ ഈ 50 എന്ന് നിജപ്പെടുത്തുകയാണെങ്കിൽ വലിയൊരു വിഭാഗത്തിന് ഇപ്പോഴും ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനോ തുടർ നടപടികളിലേക്ക് പോകാനോ കഴിയില്ല. ലൈസൻസ് ഒക്കെ ലഭിക്കുന്നതിന് തടസ്സമുണ്ടാക്കും. ഇത് ആണ് രാവിലെ മുതൽ തന്നെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. ആ പ്രതിഷേധങ്ങൾക്ക് ഫലം കാണുകയും ഒടുവിൽ മന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെടുകയും ഇപ്പോൾ ഈ ടെസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൊല്ലത്ത് ആദ്യഘട്ടത്തിൽ വലിയൊരു ഈ ലൈസൻസ് വേണ്ടവരുടെ വലിയൊരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സ്ത്രീകളുണ്ട്, പ്രായം ചെന്നവരടക്കമുണ്ട്. ഇവർ രാവിലെ തന്നെ 6 മണിക്കടക്കം ഇവിടെ എത്തിയവരാണ്. ഇത്രയധികം നേരമായിട്ടും തുടങ്ങിയില്ല. ഒടുവിൽ മന്ത്രിയുടെ ഭാഗത്ത് നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് ഇവർക്ക് ഈ ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവസരം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോഴും ഈ വാഹന ഈ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സും അടക്കം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നാളെ മുതൽ എങ്ങനെയാണ്, കാരണം ഈ തങ്ങളോട് തന്നെ തങ്ങളുടെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നാളെ മുതൽ എന്താണ് സ്ഥിതി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഇക്കാര്യങ്ങളിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വലിയ. അരുൺ, സ്ലോട്ട് ബുക്ക് ചെയ്തവർക്കൊക്കെ പഴയ പോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താം എന്നാണല്ലോ ഗതാഗത മന്ത്രി നേരത്തെ 24നോട് വ്യക്തമാക്കിയത്. അതിനെ തുടർന്ന് അതിൽ പിന്നെ ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമുണ്ടോ? ഞാനിതാ വരുന്നു. മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നുണ്ട്. ഷഹദ്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലപ്പുറത്താണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി എത്തിയ ആളുകളുടെ വലിയ രോഷവും വലിയ രൂക്ഷമായ പ്രതികരണവും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായത്, അല്ലേ? ഇപ്പോഴവിടെ സ്ഥിതി എങ്ങനെയാണ്? ഡ്രൈവിംഗ് ടെസ്റ്റ് പഴയതുപോലെ തന്നെ നടക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടോ? അല്പസമയത്തിനകം ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക. കാരണം വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിനപ്പുറത്തേക്ക് അത് കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ വഴിമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാവിലെ 6 മണി മുതൽ ഈ ടെസ്റ്റ് നടത്താനായിട്ട് വരികയാണ്. 3 മാസം മുൻപ് ഡേറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇന്ന് രാവിലെ എത്തുന്ന ഘട്ടത്തിലാണ് 50 പേർക്ക് മാത്രമേ ഇത്തരത്തിൽ ടെസ്റ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പറയുന്നത്. തുടർന്ന് 24ൽ ഗതാഗത മന്ത്രി തന്നെ വന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതായത് അങ്ങനെ ഒരു ഉത്തരവില്ല, അല്ലെങ്കിൽ ഇന്ന് വന്ന മുഴുവൻ ആളുകൾക്കും ടെസ്റ്റ് നടത്താമെന്ന് പറയുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം ആരായുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർ, ഫീൽഡിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾക്ക് അത്തരത്തിലൊരു ഉത്തരവ് ലഭിക്കുകയോ അത്തരത്തിലൊരു നിർദ്ദേശം ലഭിക്കുകയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തങ്ങൾ നിസ്സഹായരാണ്, ഇതിലൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് അത് വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും അറസ്റ്റിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഏറ്റവും ഒടുവിലാണ് RTO ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും വിഷയത്തിന്റെ ഗൗരവം അവരെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം ഇന്ന് ഇത്തരത്തിൽ ഇവിടെ ടെസ്റ്റ് നടത്താൻ എത്തിയ മുഴുവൻ ആളുകളെയും ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം നൽകുന്നു. എന്നാൽ നാളെ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നാളെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ സംഘർഷങ്ങളോ അല്ലെങ്കിൽ വാക്കേറ്റുമോ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം നാളെയും സമാനമായ രീതിയിൽ 3 മാസം മുൻപ് ഡേറ്റ് ലഭിച്ച് നാളെ ടെസ്റ്റിന് വരുന്ന ആളുകളാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലതരത്തിലുള്ള ജോലികളും കുട്ടികളും ഒക്കെ വീട്ടിൽ വെച്ച് വരുന്നതാണ്. പ്രത്യേകിച്ച് മലപ്പുറത്ത് ഇന്ന് വന്ന പകുതി ആളുകളും
പറഞ്ഞത് ഗൾഫിൽ തിരികെ പോകാനുള്ളതാണ്. അതുകൊണ്ട് അതിന് കണക്കാക്കി ഡേറ്റ് എടുക്കുകയും ഗൾഫിൽ നിന്ന് വരികയും ഒക്കെ ചെയ്ത നിരവധി ആളുകൾ ഇന്ന് നമുക്ക് പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കൂടിയിട്ടുള്ള ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഈ ഓണേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്കൂളുകൾ നടത്തുന്ന ആളുകൾ പറയുന്നത് ഇത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് സമയം നൽകണം. നിലവിൽ ഇപ്പോൾ ഡേറ്റ് നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഒരുക്കണം. അതിനുശേഷം മാത്രം ഈ ഒരു നിയമം നടപ്പിലാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമം നടപ്പിലാക്കിയാൽ മതി എന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പുനരാലോചന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ പോലും നമ്മൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർക്കും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടൊരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല. അവരും ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവ് വേണം എന്നുള്ളതാണ്. കാരണം ഇന്ന് ഇത്തരത്തിലൊരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ഇത് ഇതുവരെ ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടില്ല, മറിച്ച് വാക്കാൽ നൽകിയിട്ടുള്ള നിർദ്ദേശമാണ്. ആ നിർദ്ദേശമാണ് ഇന്ന് താഴേക്കിടയിലെ ഉദ്യോഗസ്ഥർ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ശരി ശരി ഷാദ്, ഏതായാലും അത് വാക്കാൽ നൽകിയ നിർദ്ദേശമാണ്. പക്ഷേ മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ലോട്ട് ബുക്ക് ചെയ്തവർക്ക് അതേപടി തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. ഏതായാലും ഈ ആശയക്കുഴപ്പവും അവ്യക്തതയും ഒക്കെ ഉടൻ നീങ്ങുമെന്ന് നമുക്ക് കരുതാം.